ആക്ട് ഓഫ് ചാരിറ്റി. ഈശോ പറഞ്ഞു, മറ്റുള്ളവർക്ക് ഈശോയെ കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ കാരുണ്യ പ്രവൃത്തി, നീ അത് ചെയ്യണം. അപ്പോൾ എനിക്ക് കുഞ്ഞുനാൾ മുതൽ ഈശോയോട് സ്നേഹമുണ്ട്, വചനം വായിക്കും, അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും എനിക്ക് മറ്റ് സുവിശേഷ വേല അങ്ങനെ ഒരു തീഷ്ണത എനിക്കുണ്ടായിരുന്നില്ല. അതെൻ്റെ ഒരു വലിയ കുറവായിരുന്നു. ബിക്കോസ് ധ്യാനങ്ങളിലൊക്കെ പോകുമ്പോൾ എന്നോട് പറയുമായിരുന്നു, കർത്താവിന് വേണ്ടി ജീവിക്കാൻ വിളിക്കുന്നു, നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ എനിക്കത് മനസ്സിലാവും പോലും ഇല്ല. അത് എല്ലാവരും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കേണ്ടവരാണ്, എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുമായിരുന്നു. ഞാൻ വിശുദ്ധയായ ഒരു ഭാര്യയായി, വിശുദ്ധയായ ഒരു അമ്മയായി ജീവിക്കും, ഈ സുവിശേഷ വേല എന്ന് പറഞ്ഞ് ഇറങ്ങേണ്ട കാര്യമില്ല, ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു. അങ്ങനെയുള്ള എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ കുറിച്ച് ഞാൻ ഐ എം വെരി സോറി ടു സേ ഓൺ ദിസ് ഓൾട്ടർ, ഞാൻ പറയും കുടുംബം നോക്കാതെ പ്രാർത്ഥന എന്ന് നടക്കുന്നു, അങ്ങനെയൊക്കെ പാവകരമായി ഞാൻ പറയുമായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തപ്പോൾ ഈശോ എന്നോട് പറഞ്ഞത്, ഇങ്ങനെയാണ് നീ കാരുണ്യ പ്രവർത്തി ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ പള്ളിയിൽ മധ്യസ്ഥ അൽഫോൻസ പ്രെയർ ഗ്രൂപ്പ് എന്ന മധ്യസ്ഥ പ്രാർത്ഥന കൂട്ടായ്മയുണ്ട്, അതിൽ ഞാൻ വളരെ ആക്റ്റീവായി. ഞാൻ പ്രാർത്ഥിച്ച് ഉപവസിച്ച് ഞാൻ അവിടെ പോകും. പരിശുദ്ധാത്മാവ് ഒത്തിരി സംസാരിക്കും, എനിക്ക് ഒന്നും മനസ്സിലാവില്ല. ഞാൻ കൃപാസനം പത്രം കൊടുക്കും, ഞാൻ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചെല്ലും, ജപമാല ചൊല്ലി ഞാൻ മാതാവോട് ചോദിക്കും, അമ്മേ പരിശുദ്ധാത്മാവ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല, എനിക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല, സംസാരിക്കുന്നതെന്ന് അറിയുന്നുണ്ട്, പക്ഷേ എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അമ്മ എനിക്ക് ഒരു ടീച്ചറിനെ പോലെ, ഒരു ഗൈഡിനെ പോലെ, ചില സമയം ഒരു മിലിറ്ററി ലീഡറിനെ പോലെ എന്നെ നയിക്കും. എവിടെ പറയണം, എന്ത് ചെയ്യണം, എങ്ങനെയാണ് ഒരു ശുശ്രൂഷയ്ക്ക് ഒരുങ്ങേണ്ടത് എല്ലാം പറയണം. എൻ്റെ മലയാളം വളരെ പ്രോബ്ലമാറ്റിക് ആണ്, ബിക്കോസ് ഞാൻ കോയമ്പത്തൂരിലാണ് വളർന്നത്.